ശരി, ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾ പാർട്ടിയിലേക്ക് ആളുകളെ എടുക്കുന്നതിന്റെ, റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? ഇപ്പോൾ CPM-ൽ നിന്നൊരു നേതാവിനെ മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഏനാത്ത മുൻ ലോക്കൽ സെക്രട്ടറിയെ BJP-യിലേക്ക് കെ സുരേന്ദ്രൻ തന്നെ എത്തി സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഷാജി രാഘവനോട് ചോദിക്കുന്നത്, ശ്രീ ഷാജി രാഘവൻ, അങ്ങനെ പാർട്ടിയിലേക്ക് ആളുകളെ CPM-ൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു മാനദണ്ഡം എങ്ങനെയാണ്? ഇല്ല, BJP-യിലേക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ചത്. ആ ആളിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട മലയാളപ്പുഴയിലെ ആൾക്കാരെ പോലെ ആണോ ഇദ്ദേഹം എന്നുള്ളത് പത്തനംതിട്ടക്കാർക്കറിയാം. കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വെറും ഏരിയ സെക്രട്ടറി മാത്രം, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്രമായിരുന്നില്ല അവർ SFIയുടെ അടൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, DYFIയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, അതുപോലെ തന്നെ കൊടുമൺ ഏരിയ പ്രസിഡൻ്റായിരുന്നു DYFIയുടെ, CITയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് നിരവധി പാർട്ടിയുടെ പദവികളിലിരിക്കുകയും പാർട്ടിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുകയും ചെയ്തിരുന്ന ആളാണ്. പാർട്ടിക്കുള്ളിൽ കുലംകുത്തികളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി മനം മടുത്തിട്ടാണ് അദ്ദേഹം BJP ചേർന്നിട്ടുള്ളത്. മനമെടുത്ത് BJP പ്രാഥമിക അംഗത്വം മാത്രമാണോ മനമെടുത്തെത്തുന്നവർക്ക്? എന്താണ് വാഗ്ദാനം? അല്ല, BJP-യിൽ ധാരാളം പേര് വരുന്നുണ്ട്, ധാരാളം പേര്. ഇതൊരു ഒറ്റപ്പെട്ട കേസൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴും ഇന്നും ധാരാളം പേര് ഈ കേരളത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും അല്ല അവർ പാർട്ടിയിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സ്മൃതി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നിപ്പോൾ CPM-ൽ നിന്നും വലിയ ഒഴുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യിലുണ്ടായി. CPM-ൽ മനം മടുത്ത സഖാക്കൾ ആർക്കാ വോട്ട് ചെയ്തത്, BJP-ക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യത്തിൽ CPM-ന് പോലും സംശയമില്ല. അവരുടെ വിലയിരുത്തൽ പോലും അതാണ്. അത് CPM-ന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. ഞാനതാണ് തുടക്കത്തിലെ ചൂണ്ടിക്കാണിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പോലും പണ്ട് കാലത്ത് കണ്ണൂർ നിലനിന്നൊരു സംവിധാനമാണ്. പാർട്ടി എതിരാളികളെയും പാർട്ടിക്കുള്ളിലെ കൊലംകുത്തികളെയും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകളെ കൂട്ടുപിടിക്കുന്ന, ഗുണ്ടകളെ പാർട്ടിയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്ന സമ്പ്രദായം, അത് CPM കണ്ണൂർ നടപ്പിലാക്കി വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതി ഇന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നേ ഉള്ളൂ. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ഈ AKG സെൻറ്ററിൽ നിന്ന് പോകുന്ന ക്യാപ്സുകളുകൾ സാധാരണ CPM-ന്റെ അണികൾക്ക് മാത്രമേ. ഇവിടെ ഇടത് നിരീക്ഷകൻ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ട് മാധ്യമ നിരീക്ഷകൻ പറഞ്ഞു, ശ്രീ ഷാജി സൂചിപ്പിച്ചു. കാരണം ഇന്നൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ മനഃപൂർവ്വമായി BJP-യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരാളിനെ വായപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരാളെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടി പറയേണ്ട ശ്രീ രാജേഷ് അല്ലേ, കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയല്ലേ? ഇത്ര പോലും സാമാന്യ ബോധമില്ലാതെ ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ പ്രസ്താവനകൾ ഇറക്കുന്ന നിലവാരത്തിലേക്ക് ഈ പാർട്ടി തരം താണിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ ചെന്ന് എത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. ഇവരിന്ന് പുലിപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഈ പുലിപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ വലിയ സുഖമാണ്. ഈ സവാരി കഴിഞ്ഞ് ഇറങ്ങാൻ ഇവർക്ക് സാധിക്കില്ല. പുലിപ്പുറത്ത് കയറി സവാരി തുടങ്ങിയവൻ അതിൻ്റെ പുറത്തിരുന്ന് സവാരി ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഒരു തിരുത്തൽ ഇവർക്ക് സാധിക്കില്ല. പുലിയുടെ പുറത്തുനിന്ന് ഇറങ്ങുന്ന സമയം അവൻ്റെ കഥ കഴിയും. അതാണ് പുലിപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ്റെ അനുഭവം. ഇന്ന് കേരളത്തിലെ CPM-ന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് പാർട്ടിക്കുള്ളിലെ കുലംകുത്തികളെയും പാർട്ടിയുടെ എതിരാളികളെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഗുണ്ടകളെയും ക്രിമിനലുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലും പത്തനംതിട്ടയിലും കണ്ണൂരും ഒക്കെ ഇവർ നടത്തുന്ന ഈ സമ്പ്രദായം അതുകൊണ്ടാണ് ഈ ഉപ്പ് വെച്ച കലം പോലെ ഈ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേസ് പ്രതിയെയും കഞ്ചാവ് കേസ് പ്രതിയെ കൊണ്ടൊക്കെ പാർട്ടിക്ക് എന്താണ് ഗുണം എന്നുള്ള ചോദ്യം വരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.